ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം മീറ്റ്നയിലേത് കൂട്ട ആത്മഹത്യാശ്രമമെന്ന് വ്യക്തമായി. മരണങ്ങൾക്ക് ആരും ഉത്തരവാദികളല്ലെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് ഗൃഹനാഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിലും ഭാര്യയെയും മകനെയും അവശനിലയിലും കണ്ടെത്തിയത്. മീറ്റ്നയിൽ വീട് വാങ്ങി താമസിക്കുന്ന തൃശൂർ കുറ്റൂർ വീട്ടിൽ 65 വയസ്സുകാരൻ രാമകൃഷ്ണനാണ് മരിച്ചത്. അവശനിലയിലായിരുന്ന ഭാര്യ വസന്ത, മകൻ അഭിജിത്ത് എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വസന്തയുടെ നില ഗുരുതരമായി തുടരുന്നു. വിഷം ഉള്ളിൽ ചെന്ന നിലയിലായിരുന്നു 3 പേരും. അഭിജിത്തിന് മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നെന്നും ഇതിൻ്റെ മനോവിഷമമാകാം കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിൻ്റെ നിഗമനം. ഞായറാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുറക്കാൻ ശ്രമിച്ചു, നടക്കാതെ വന്നപ്പോൾ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് നോക്കിയപ്പോഴാണ് ഇവർ 3 പേരും വിഷം അകത്ത് ചെന്ന നിലയിൽ കാണപ്പെട്ടത്. അങ്ങനെ പെട്ടെന്ന് പോലീസിന് വിവരം അറിയിച്ച് നാട്ടുകാർ ഞങ്ങളെല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. രാമകൃഷ്ണൻ ആശുപത്രിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ മരണപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വസന്ത രാമകൃഷ്ണൻ്റെ ഭാര്യ വസന്ത ഇപ്പോഴും അപകടനില തരണം ചെയ്യാതെ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഇവരുടെ മകൻ അഭിജിത്ത് അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു മകൻ അഭിജിത്തിൻ്റെ ആ മാനസിക വൈകല്യമുള്ള പ്രശ്നങ്ങളുമൊക്കെ മൂലം എല്ലാവരും മൊത്തത്തിൽ മാനസികമായി തകർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വലിയ അപകടത്തിലേക്ക് ചിന്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അയൽവാസികളും നാട്ടുകാരും ചേർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാമകൃഷ്ണൻ മരിച്ചു. 2.5 വർഷം മുമ്പാണ് രാമകൃഷ്ണനും കുടുംബവും മീറ്റ്നയിൽ താമസം തുടങ്ങിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.